സിഹർ അതുപോലെയുള്ള മാരണങ്ങൾ എന്ന് പറയേണ്ടതില്ല. ലോകാടിസ്ഥാനത്തിൽ തന്നെ ഈ ഒരു ദുൽമ് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന കാലമാണ്. ഞാൻ അഭിപ്രായപ്പെടല്ലോ, ഇത് നമ്മുടെ നാട്ടിലൊക്കെ വേദ പറയുന്ന എല്ലാ ഉസ്താദുമാരും വരെ അവസാനം 5 മിനിറ്റെങ്കിലും ഈ സിഹറിന്റെ ഉപദ്രവത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കണം. ഒന്നുമല്ല, ഇസ്ലാം എന്ന് പുറത്തു പോകുന്നത് ചെയ്യുന്ന ആളുകൾ, അത് കൊള്ളുന്ന ആളുകൾ, അവർക്ക് അല്ലാഹു വലിയ കൂലി കൊടുക്കും. കാരണം അവര് മുതദർറിറാണ്, വിഷമം അനുഭവിക്കുന്ന ആളാണ്, മദ്ലൂമ, ദുൽമ് ചെയ്യപ്പെട്ട ആളാണ്. സിഹർ ചെയ്യുന്ന ആളോ ളാലിമാണ്, അക്രമിയാണ്. വൻപാപങ്ങളിൽപ്പെട്ട വൻപാപമെന്ന് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞ കുറ്റമാണ് മാരണം. എന്തേ മാരണം എന്ന് പറഞ്ഞറിയോ? പിശാചിന്റെ സേവ ചെയ്യുന്ന മനുഷ്യനോട് പോയിട്ടേ ഇന്നാലിന്ന മനുഷ്യന് ഉപദ്രവം ചെയ്യണം, ഉമ്മാന്റെ പേരും നാടും പറഞ്ഞു കൊടുക്കും. ആ മനുഷ്യന് ഉപദ്രവം സംഭവിക്കുന്നുണ്ട്. അല്ലാഹു തആല പറഞ്ഞു സൂറത്തുൽ ബഖറയിൽ, അല്ലാഹുവിന്റെ അനുമതിയോടുകൂടെ തന്നെയാണത് സംഭവിക്കുന്നത്. അല്ലാഹു അനുമതി കൊടുത്തില്ലെങ്കിൽ ഒരു പിശാചിനും ആരെയും ഇടപെടാൻ കഴിയില്ല. പക്ഷേ റബ്ബിന്റെ അധികാരത്തിന്റെ കീഴിൽ തന്നെയാണ് അതൊക്കെ സംഭവിക്കുന്നത്. അസുഖങ്ങൾ വരുന്നില്ലേ എന്ന പോലെ പിശാചിന്റെ ഇടപെടലുണ്ടാവും. അസൂയക്കാർ, കണ്ണുകടി എന്നൊക്കെ പറയില്ലേ, ഒരു മനുഷ്യൻ നന്നാവുന്നത് ഇഷ്ടമില്ല, ഒരു മനുഷ്യന്റെ സൽപ്പേര് ഇഷ്ടമില്ല, ഒരു മനുഷ്യന് ഗുണം വരുന്നത് ഇഷ്ടമില്ല. അസൂയ എന്ന് പറയാ, തീ വിറക് തിന്നുന്ന പോലെ നിങ്ങളുടെ നന്മകൾ മുഴുവനും നിങ്ങളുടെ അസൂയ കൊണ്ട് ചോർന്നു പോകുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പെണ്ണുങ്ങളെ, സഹോദരിമാരെ വല്ലാതെ ശ്രദ്ധിച്ചോളൂ. പിശാചാണ് ഈ ചെയ്യുന്നത്. അള്ളാഹുവിനെ മാറ്റി നിർത്തി പിശാചിന്റെ സഹായം തേടുന്ന പരിപാടിയാണ് സിഹർ എന്ന് പറഞ്ഞാൽ. അള്ളാഹുവേതര ദൈവങ്ങൾ ആരാധിക്കുന്ന ആൾക്കാർ നമ്മുടെ നാട്ടിൽ ഇഷ്ടം പോലെ ഉണ്ട്. സിഹർ ചെയ്യുന്നവരുണ്ട്, ഉപദ്രവിക്കുന്നവരുണ്ട്, ഉപദ്രവിക്കാത്തവരുണ്ട്. പക്ഷെ ഉപദ്രവിക്കുന്ന പണി ചെയ്യുന്ന ആളുകൾ, അത്തരം ആരാധനകളിൽ പർദ്ദക്കെട്ട അന്തസ്സിൽ പോയി ലൈന് നിൽക്കുന്നത് എത്രയോ ആളുകൾ എനിക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്, പച്ച സിഹർ ചെയ്യാനാ പോയിരിക്കുന്നത്. പള്ളിൻ്റെ മുമ്പിലല്ലത്. എന്തിന്? ഉപദ്രവിക്കുക. അയൽപക്കത്തെ കുട്ടികൾ ഗൾഫിലാ, ഒരു തലകുത്തി കണ്ട് തിരിച്ചു വരണം. ഈ മനുഷ്യൻ ആരോഗ്യത്തിൽ നടക്കുകയാണ്, അവനവിടെ കിടക്കണം. ഇവിടെ കച്ചവടം തുടങ്ങി, കച്ചവടക്കാർക്ക് സിഹർ ചെയ്യും. എന്തൊരു ലോകത്ത് ഇത് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ പറയും ബംഗാളികളാണ് ചെയ്തിരുന്നത്. ഗൾഫിലൊക്കെ ബംഗാളികളെ വലിയ പേടിയാണ്, അവർ ഇത് ചെയ്യുന്ന കോഴിമുട്ടം എഴുതി കൊണ്ടുവന്നാ പറയാ. അവരെടുത്ത് പോയി കച്ചവടം ചെയ്ത് അവർ ഓടിക്കും. എന്തേ? മാരണം ചെയ്യും. ഉറങ്ങാൻ പറ്റൂല. പിന്നെ പാമ്പും തേളൊക്കെ കാണാം, ഉറക്കത്ത് ഞെട്ടി ഉണരും, എഴുന്നേറ്റ് ഓടും. കച്ചവട സ്ഥാപനത്തിലേക്ക് പോകാൻ തോന്നൂല. ചെയ്യുന്ന മുഴുവൻ പേപ്പർ വർക്കും ഫെയിലാവും. ഒരു ഇൻസ്പെക്ഷൻ വന്ന ഫൈന്, തൊട്ടതിന് മുഴുവനും കുറ്റങ്ങൾ. ഒരു കാര്യം ശരിയാവില്ല, കാരണം മനസ്സിലാവില്ല. അപ്പോഴറിയാം മാരണപരിപാടി സിഹർ ചെയ്തിട്ടുണ്ട്. അത് ചെയ്യുന്ന പല അറബ് രാജ്യക്കാരുണ്ട്. ഈസ്റ്റ് ആഫ്രിക്കൻ രാജ്യങ്ങൾ, ഈസ്റ്റ് ആഫ്രിക്കൻ അറബ് രാജ്യങ്ങൾ ഈ പണി നല്ലോണം ചെയ്യുന്നൊരു നാട്ടുകാരാണ്. നമ്മുടെ രാജ്യക്കാരുണ്ട്, മലേഷ്യയിലുണ്ട്, ഇന്തോനേഷ്യ പറയും വേണ്ട. സിഹറിന്റെ കൂടാരങ്ങളുണ്ട് അവിടെ, മാരണങ്ങൾ ചെയ്യാൻ. നമ്മുടെ നാട്ടിലുണ്ട് ഈ പരിപാടി. ഇസ്ലാം എന്ന് പുറത്തു പോകും, ദീനിന്ന് പുറത്തു പോകും. പിന്നെ പള്ളിക്കാട്ടിലെല്ലാം ഞങ്ങളെ കൊണ്ടുപോയി മറവ് ചെയ്യാം. ഇസ്ലാം എന്ന് പുറത്തു പോകുന്ന പണിയാണത്. നിങ്ങൾ ഹജ്ജ് ചെയ്തിട്ടും കാര്യമില്ല, ഉംറ ചെയ്തിട്ടും കാര്യമില്ല, നിസ്കാരത്തായമ്പുണ്ടായിട്ടും കാര്യമില്ല, കയ്യിൽ തസ്ബീഹ് പിടിച്ചിട്ടും കാര്യമില്ല. സിഹർ ചെയ്യാൻ നിങ്ങൾ സഹായിക്കുന്നുണ്ടോ? മാരണം ചെയ്യാൻ നിങ്ങൾ ആരുടെയെങ്കിലും അടുത്ത് പോകുന്നുണ്ടോ? ആരെങ്കിലും ഉപദ്രവിക്കുന്ന പണി നിങ്ങൾ ചെയ്യുന്നുണ്ടോ? അള്ളാഹുവിനോട് തൗബ ചെയ്ത് മടങ്ങിക്കൊള്ളുക. റൂഹ് പിടിച്ചു കഴിഞ്ഞാൽ തൗബ ചെയ്യാൻ കഴിയില്ല. അള്ളാഹു ഇത് അറിയാത്തത് കൊണ്ടല്ല. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ അല്ലാഹു ഗാഫിലുൻ അമ്മാ യഅമലൂൻ, നിങ്ങൾ ചെയ്യുന്ന പണി അല്ലാഹു അറിയുന്നില്ല എന്ന് വിചാരിക്കുന്നുണ്ടോ? ഇന്നമാ യുഅഖിറുഹും ലിയൗമിൻ തശ്ഖസു ഫീഹിൽ ഖുലൂബു വൽ അബ്സാർ, കണ്ണും കരളും ഹൃദയവും പേടിച്ചു പോകുന്ന ഒരു നാളിലേക്ക് അവരെ അള്ളാഹു നീട്ടിക്കൊണ്ടുപോവുകയാണ്. അള്ളാഹ് അറിയാത്തത് കൊണ്ടല്ല. ഈ പച്ച പാവങ്ങളെ അള്ളാഹു ചെയ്ത അനുഗ്രഹങ്ങൾ നശിച്ചു കാണണമെന്ന് വിചാരിച്ച് അസൂയ കൊണ്ട് നിങ്ങൾ ചെയ്യുന്ന ഈ പരിപാടി, അള്ളാഹുവിനെ സൂക്ഷിച്ചോളൂ. ഹറാമിന്റെ ഹറാമാണ്, വെറും ഹറാമല്ല, അക്ബറുൽ കബായിർ, വൻപാപങ്ങളുടെക്കാളും വലിയ വൻപാപമാണ്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. സിഹറിന്റെ ഷർറിൽ അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. സാഹിര്യങ്ങൾ റബ്ബ് നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. സൂറത്തുൽ ബഖറ നന്നായിട്ട് ഓതിക്കോളി.
ആയത്തുൽ കുർസി ഓതിക്കോളൂ. ഖുൽ ഹുവല്ലാഹു അഹദും ഖുൽ അഊദു ബിറബ്ബിൽ ഫലക്കും ഖുൽ അഊദു ബിറബ്ബിൻ നാസും ധാരാളം ഓതിക്കോളൂ. നമ്മുടെ വീടുകൾക്ക് കിട്ടേണ്ട പ്രൊട്ടക്ഷൻ അതാണ്. പിന്നെ അദ്കാറുകൾ, നബി തങ്ങൾ പഠിപ്പിച്ചു തന്ന അദ്കാറുകളുണ്ട്. അദ്കാറു സ്വബാഹി വൽ മസാ, രാവിലെയും വൈകുന്നേരവും ചൊല്ലേണ്ട ചില ദിക്റുകളുണ്ട്. അതൊക്കെ നമ്മൾ പതിവാക്കി കഴിഞ്ഞാൽ പ്രൊട്ടക്ഷൻ ആയിരിക്കും. പിന്നെ അത് ബൂമറാങ്, എറിഞ്ഞാങ്ങോട്ട് തിരിച്ചു വരും, അവരുടെ ദേഹത്ത് തട്ടില്ല. സിഹർ കൊള്ളാത്ത ആളുകളുണ്ട്, എത്ര ചെയ്താലും കൊള്ളൂല. സാഹിര്യങ്ങൾ പലതും മാറ്റി മാറ്റി ചെയ്യും, കൊള്ളൂല. എന്തേ? അള്ളാഹുവിന്റെ മലക്കുകളുടെ പ്രൊട്ടക്ഷൻ ഉണ്ടായിരിക്കും. അങ്ങനെയാണ് കുറെ നല്ല മനുഷ്യന്മാർ കഴിച്ചിലായി പോകുന്നത്. അല്ലാത്തവർ വീണുപോകും. ഖുർആൻ എടുത്ത് നോക്കാത്ത ആളുകളാണ്, ഓതാത്ത ആളുകളാണ്. ഏതെങ്കിലും ഒരുത്തിന് അസൂയ തോന്നിയാൽ മതി. നമ്മൾ എവിടെ നിന്ന് അതൊക്കെ വരെ എന്ന് പറയാൻ പറ്റൂല. അള്ളാഹു തആല കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് ആണുങ്ങളെ, പെണ്ണുങ്ങളോട് പറയാൻ കാരണം അവർ വല്ലാതെ ആക്ഷിഫത്തുള്ള ആൾക്കാരാണ്. എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് വൈകാരികമായി പ്രതികരിക്കുന്ന ആൾക്കാരാണ്. അമ്മായിമ്മ മരുവക്ക് കൊടുക്കും, മരുവൾ അമ്മായിമ്മക്ക് കൊടുക്കും, ജ്യേഷ്ഠ അനുജന് കൊടുക്കുന്നുണ്ട്, അനുജൻ ജ്യേഷ്ഠന് കൊടുക്കുന്നുണ്ട്, ഒരു എളാമ മക്കൾക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. വാപ്പ രണ്ടാമത് കല്യാണം കഴിച്ച ഉമ്മയാണ്. ആ മക്കൾക്ക് ആ ഉമ്മയാണ് എന്ന വലിയ സ്നേഹമുള്ളൊരു ഉമ്മയാണ്. പക്ഷെ ഉമ്മക്ക് തിരിച്ച് വാപ്പയുടെ ആദ്യ പെണ്ണ് മരിച്ചുപോയി. അതിലുണ്ടായ മക്കളോടുള്ള ദേഷ്യം കൊണ്ട് അവർ ദുന്യാവിലും ഇവിടെ നാട്ടിലും ഗൾഫിലും എവിടെയും പോവരുത്, തെണ്ടിത്തിരിഞ്ഞ് നടക്കണം എന്നൊരാഗ്രഹവും വെച്ച് പച്ചയായ സിഹ്ർ ചെയ്യുന്ന ഒരവസ്ഥ. സുബ്ഹാനല്ലാഹ്. ഇതൊരു ഉദാഹരണം. എത്രയോ ഉദാഹരണങ്ങൾ എനിക്കറിയുന്നു. പറയാൻ പാടില്ലാത്തതുകൊണ്ട് ഞാൻ പറയാതിരിക്കാൻ. അറിയുന്ന ഒരുപാട് വിഷയങ്ങളുണ്ട്. എന്താ ഇതൊക്കെ? നമ്മളൊക്കെ മുസ്ലിമീങ്ങളാ? നമ്മളെയാണോ മുസ്ലിമീങ്ങൾ എന്ന് പറയാം? ഇതാണോ ഇസ്ലാം? അസൂയ വെക്കാൻ പാടില്ല എന്നാ പറഞ്ഞു. അസൂയ വെക്കുന്നവരുടെ അസൂയയിൽ നിന്ന് റബ്ബേ നീ കാവൽ തരയണമേ എന്ന് അള്ളാഹു ദുആരക്കാൻ പറഞ്ഞിരിക്കാൻ. ഇതുപോലെയുള്ള പൈശാചിക പണികൾ ചെയ്തിട്ട് ഉപദ്രവം ഉണ്ടായിട്ട് നെളിഞ്ഞു നടക്കുക. കാണിച്ചത് കണ്ടില്ലേ? ഇവരെന്താ പറയുന്നറിയോ? ഞാൻ കാണിച്ചു കൊടുക്കാം, എന്നാ ഞാൻ കാണിച്ചുതരാം. നിന്റെ കുട്ടികളുടെ 6 മാസം കൊണ്ട് നാട്ടിലെത്തും, ഞാൻ കാണിച്ചുതരാം. ഇത് വളരെ കറാമത്തല്ല, പച്ച സിഹ്ർ ചെയ്യലാണിത്. ആളുകളെ കൊണ്ട് ചെയ്യിപ്പിക്കുക. എന്നിട്ട് ഇപ്പം എങ്ങനെയുണ്ട്? ഞാൻ പറഞ്ഞ പോലെ നടന്നില്ലേ? ഞാൻ ചോദിക്കട്ടെ, ഇപ്പം എങ്ങനെയുണ്ടെന്നറിയോ? നിങ്ങൾ ഇസ്ലാം എന്ന് പുറത്തു പോയിട്ടാ? കഴിഞ്ഞു, കഥ തീർന്നു ഇവിടെ. ഇനി ഉള്ളിലേക്ക് വരണമെങ്കിൽ പ്രായപൂർത്തിയായത് മുതൽ ചെയ്ത മുഴുവൻ നിസ്കാരവും ഖളാ വീട്ടേണ്ടി വരും. അറിയോ നിങ്ങൾക്ക്? പ്രായപൂർത്തിയായയുടെ മുതലുള്ള മുഴുവൻ നോമ്പ് ഖളാ വീട്ടേണ്ടി വരും. ഇസ്ലാം എന്ന് പുറത്തു പോകുന്ന പണികൾ ചെയ്യുകയാണെങ്കിൽ റിദ്ദത്ത് വരും. ഇസ്ലാം എന്ന് പുറത്തു പോകും. തൗബ ചെയ്ത് മടങ്ങണം, അള്ളാഹുലേക്ക് തൗബ ചെയ്ത് മടങ്ങണം. ഇത് ഹലാലാണെന്നും ഇത് പറ്റൂന്നും ഇതിന് കുഴപ്പമില്ല എന്നാണ് നിങ്ങളുടെ വിശ്വാസമെങ്കിൽ ഇസ്ലാം എന്ന് പുറത്താണ്. ചെയ്തു പോയ തെറ്റ്, ആ തെറ്റിന്റെ ഗൗരവം നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല എങ്കിൽ തൗബ ചെയ്ത് മടങ്ങിക്കോളൂ. ഇത് തെറ്റാണെന്നറിയാം, ചെയ്യാൻ പാടില്ല എന്നറിയാം, എന്നാലും ഞാൻ ചെയ്യും. അള്ളാഹുവിന്റെ ശരീഅത്തിനെ വെല്ലുവിളിച്ചുകൊണ്ടാണ് നിങ്ങൾ ഇത് ചെയ്യുന്നതെങ്കിൽ, അതിന് പുറപ്പെടുന്നതും അതിന് കാശ് കൊടുക്കുന്നതുമെങ്കിൽ ഇസ്ലാം എന്ന് പുറത്തു പോകും, മുർത്തദ്ദായി പോകും. പിന്നെ എന്തുണ്ടായിട്ട് എന്താ കാര്യം? അവനവന്റെ തടിക്ക് സുഖത്തിനല്ല ഇത് ചെയ്യുന്നത്. മറ്റുള്ളവർ അടങ്ങേറാവണം, മറ്റുള്ളവർ ബുദ്ധിമുട്ടണം, ഇതിനു വേണ്ടി ചെയ്യുന്ന പണിയാണിത്. ഇതിനൊക്കെ ചികിത്സ റുഖയ്യകളാണ്. റുഖയ്യ എന്ന് പറയുന്നത് വിശുദ്ധ ഖുർആനിൽ വന്ന ആയാത്തു ഷിഫ, ഷിഫാഇന്റെ ആയത്തുകളുണ്ട്. ആ ആയത്തുകൾ രോഗിക്ക് ഓതി കൊടുക്കലാണ്. അതിന് ശുദ്ധമായി കാശ് മോഹിക്കാതെ, പൈസ മോഹിക്കാതെ, ദുന്യാവ് ആഗ്രഹിക്കാതെ മുഅ്മിനീങ്ങൾക്ക് ഒരു ഉപകാരം ചെയ്യുക എന്ന ഒരൊറ്റ നിയ്യത്തോടുകൂടെ ചെയ്യുന്ന മഹാന്മാർ, അത്തരം ആളുകൾ കണ്ടുകിട്ടാൻ പ്രയാസവുമാണ്. അതുകൊണ്ട് ഈ രംഗത്ത് ഒരുപാട് കള്ളത്തരത്തിൽ കാര്യങ്ങൾ ചെയ്യുന്ന ആളുകൾ ഇഷ്ടം പോലെ പൈസ ഉണ്ടാക്കും. ഞാൻ മാറ്റിത്തരാം 1 ലക്ഷം ചെലവ്, ഞാൻ മാറ്റിത്തരാം 50,000 വേണം, ഞാൻ മാറ്റിത്തരാം എനിക്ക് 60,000 വേണം. ഇങ്ങനെ പൈസ പറഞ്ഞുകൊണ്ട് ചെയ്യുന്ന ആളുകൾ, അവരുടെ കരങ്ങളിൽ അള്ളാഹു ശിഫ കൊടുക്കൂല. അത് വഞ്ചകരാണ്. അതുകൊണ്ടൊരു നല്ല മനുഷ്യനെ കണ്ടുകിട്ടാനും പണിയായിരിക്കും. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, സംരക്ഷണം കിട്ടാൻ നമുക്ക് സംരക്ഷണത്തിന്റെ വലയം മിനിമം 3 ദിവസത്തിൽ ഒരിക്കലെങ്കിലും സൂറത്തുൽ ബഖറ മുഴുവനായിട്ട് ഓതണം. മുഴുവനായിട്ട് സൂറത്തുൽ ബഖറ. അതിനോളം ശക്തമായ പ്രൊട്ടക്ഷൻ, സിഹ്റിന് കിട്ടുന്ന പ്രൊട്ടക്ഷൻ വേറെ ആയത്തുകൾക്കില്ല. പിന്നെ ആയത്തുൽ കുർസിയാണ്. ധാരാളം വർദ്ധിപ്പിക്കുക. ഖുൽ ഹുവല്ലാഹു അഹദും ഖുൽ അഊദു ബിറബ്ബിൽ ഫലക്കും ഖുൽ അഊദു ബിറബ്ബിൻ നാസും. സംസം കുടിക്കുന്നത്, അജ്വയുടെ ഈത്തപ്പഴം 7 എണ്ണം രാവിലെ കഴിച്ചാൽ ആ ദിവസം ആ മനുഷ്യന് സിഹ്റോ അതുപോലെ തന്നെ പോയിസനോ വിഷമോ ഏൽക്കുകയില്ലെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അജ്വ ഈത്തപ്പഴം എല്ലാവർക്കും വാങ്ങിക്കാൻ പറ്റിക്കൊള്ളുന്നില്ല, എല്ലാവർക്കും അതിന് കാശുണ്ടായിക്കൊള്ളുന്നില്ല. അത് 7 എണ്ണം രാവിലെ കഴിച്ചാൽ അന്നത്തെ 24 മണിക്കൂറിന് കിട്ടുന്ന പ്രൊട്ടക്ഷനാണ് നബി തങ്ങൾ പറഞ്ഞത്. ആ ദിവസം അവർക്ക് സിഹ്റോ വിഷമോ ഏൽക്കുകയില്ലെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് പ്രൊട്ടക്ഷൻ ചെയ്തോളൂ, ഖുർആനെ മുറുകെ പിടിച്ചോളൂ, ഖുർആൻ കൂടെ കൊണ്ട് നടക്കുക.